74-ാം വയസ്സിലും 4-ാം ക്ലാസ്സുകാരിയെ പോലെ കോണിയും പാമ്പും കളിക്കുന്ന സരസമ്മയമ്മ, ചിത്രത്തിന് ചായമടിക്കുന്ന ശാന്തമ്മയും ദേവകിയമ്മയും. കഴിഞ്ഞ 7 വർഷമായി കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് പ്രവർത്തിക്കുന്ന പകൽ വീട്ടിലെ സ്ഥിരം കാഴ്ചയാണിത്. തമ്പലക്കാടും പരിസര പ്രദേശത്തുമുള്ള 25ഓളം അമ്മമാർ പകൽ സമയത്ത് ഈ വീട്ടിൽ ഒത്തുകൂടും. ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും പകൽ വീടിനായി സ്വന്തം തറവാട് വീട് വിട്ടു നൽകിയ തങ്കമ്മ ടീച്ചറുടെ വകയാണ്. ഇവിടെ വരുമ്പം രാവിലെ വിളക്ക് കത്തിച്ച പ്രാർത്ഥന, അത് കഴിയുമ്പം പിന്നെ കുറുമ്പയിൽ കൊണ്ട് കഞ്ഞി, അത് കഴിഞ്ഞ് ഉച്ച 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറ്. അപ്പോൾ പോകുന്നതിന് 4 മണിയാകുമ്പോൾ കാപ്പി, എല്ലാ സൗകര്യങ്ങളും കൂടിയുണ്ട്. ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ തന്നെ ആരും ഇല്ലല്ലോ. ഇവിടെ വന്നിരിക്കുകയാണ് എല്ലാവരും കണ്ട് സന്തോഷിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇതാകാൻ പോകും. 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും കൊണ്ടുപോയി വിടും. പ്രായത്തിന്റെ വേലിയേറ്റത്തിൽ വീട്ടിലെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവർക്ക് ഇത് സന്തോഷത്തിന്റെ പകൽ വീട്. സ്നേഹവീടെന്ന് പറഞ്ഞൊരു സത്യമല്ലേ, ആ ഒരു വാക്കിലായിട്ടാണ് പോകുന്നത്. പരസ്പരം ഞങ്ങൾ കുറേ അമ്മമാർ തന്നെയുണ്ട്. ആ അമ്മമാരുടെ അടുത്ത് സന്തോഷമായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു, സംസാരിക്കുന്നു, ചെക്സ് കളിക്കുന്നു, ചീട്ടുകളി, പാമ്പുകോണി കളി, ഇതെല്ലാം ഒരു സന്തോഷമായിട്ട് പോകുന്നു. 7 വർഷമായി ഇവിടെ വരാൻ തുടങ്ങി. അന്ന് വരുന്നു, ഞങ്ങളെ ആണ്ടിലൊരു ദിവസം ടൂർ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉണ്ട്, സന്തോഷമാണ്. ചിലർ കളികളിൽ മുഴുകുമ്പോൾ ദേവകിയമ്മയ്ക്ക് പാട്ടാണ് മെയിൻ. താരക പൊന്മണികൾ നടുവിൽ നീരാജനായി വാണിടുമ്പോൾ താണവരോടു മിണ്ടാൻ നിനക്കൊരു നാണമാകുന്നതില്ലേ. മക്കളെപ്പോലെ അമ്മമാരുടെ കാര്യങ്ങൾ നോക്കാനായി 3 പേർ കൂടെ ഈ പകൽ വീട്ടിലുണ്ട്. രാജിയും ശ്രീദേവിയും ഉഷയും. പകൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർ മൂവരുമാണ് ഈ അമ്മമാരുടെ മക്കൾ. ന്യൂസ് പേപ്പർ കൊണ്ട് ബാഗ് ഉണ്ടാക്കും. നമ്മൾ ആയുർവേദ സോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അലോവേര കൊണ്ടുള്ള സോപ്പ്, ആര്യവേപ്പില കൊണ്ടുള്ളത്, മഞ്ഞൾ കൊണ്ടുള്ള നല്ല സോപ്പുകൾ, ബാർ സോപ്പ്, ഡിഷ് വാഷ്, ഫിനോയിൽ എല്ലാം തന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. തുണി മുക്കുന്ന പശ എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം വിൽപ്പനയ്ക്കായിട്ട് നമുക്കിവിടെ ഒരു മുത്തശ്ശിമാർക്ക് ഒരു കട തന്നെയുണ്ട്. ആ മുത്തശ്ശിമാരുടെ കടയിലോട്ട് ഇതുകൊണ്ട് വിൽക്കുകയും അതിനുള്ള ലാഭം വിൽക്കുന്നത് നമ്മളിവിടെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പേര് മാത്രമേ പകൽ വീടെന്നുള്ളൂ. ഇത് സ്നേഹ വീടാണ്. നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ അമ്മ വീട്. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്. അപ്പോൾ ഷിനോജ് പറയും ഈ അമ്മമാരുടെ സന്തോഷത്തെക്കുറിച്ചൊക്കെ. ഷിനോജ്, പ്രായമായവർ പലപ്പോഴും ഒറ്റപ്പെടാറുണ്ട്. എല്ലാ നാട്ടിലും അങ്ങനെ അതൊക്കെ വേണ്ട എന്ന് വിചാരിച്ചാലും ഒക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നു പലരുടെയും ജീവിത വേഗത്തിൽ. അപ്പോൾ പ്രായമായവർക്ക് അവർക്കായിട്ട് അവരുടെ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ്. അത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരുമായിട്ട് കാണാനും അല്ലേ, അവരൊന്ന് എപ്പോഴും എൻഗേജഡായി നിൽക്കാൻ അത് എത്ര മനോഹരമായി നടത്തുന്നു എന്ന് ഇപ്പോൾ ഈ സ്റ്റോറി കണ്ടപ്പോൾ നമുക്കറിയാം. ഇതെങ്ങനെയാണ്, ആരാണ് ഇതിന് പിന്നിൽ, എല്ലാവരും എത്രത്തോളം ആസ്വദിച്ച് പോകുന്നവരുടെ ഈ വാർദ്ധക്യകാലം. അത് പക്ഷേ ആദ്യം തന്നെ ഈ സ്റ്റോറിക്ക് പിന്നിൽ, ഈ ആശയത്തിന് പിന്നിൽ ആരാന്ന് പറയാം. തങ്കമ്മ ടീച്ചർ എന്നാണ് ടീച്ചറുടെ പേര്. ടീച്ചർക്ക് 90 വയസ്സുണ്ട്. ടീച്ചറെ നമുക്ക് പക്ഷേ നിർഭാഗ്യവശാൽ ഈ സ്റ്റോറിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടീച്ചർ എറണാകുളത്താണ് താമസം. പക്ഷേ ടീച്ചറാണ് ഇത്തരത്തിൽ ഒരു പകൽ വീട് എന്നൊക്കെ ആശയത്തിന് പിന്നിൽ. 2004 ടീച്ചറുടെ ഭർത്താവ് മരിക്കുന്നത്. അങ്ങനെ ടീച്ചർ ഒറ്റപ്പെടുന്നു. അങ്ങനെ അവർക്ക് ഇത്തരത്തിൽ സമീപ പ്രദേശമുള്ള ആളുകളെയൊക്കെ ഒന്നിച്ചു കൂട്ടി അവരുടെ വീട്ടിൽ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം, കഥകൾ പറയാനും ഒക്കെ ഒരു ആഗ്രഹം തോന്നും. അങ്ങനെയാണ് 7 വർഷം മുൻപ് ഇത്തരത്തിലൊരു പകൽ വീട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായി ഈ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ള തമ്പലക്കാട് വരുന്നത്. ഇത് കേവലം ഇങ്ങനെ ഒരു അമ്മമാർ വന്ന് രാവിലെ 9 മണിയാകുമ്പോൾ വരുന്നു, വൈകിട്ട് തിരിച്ചു പോകുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിനൊരു നടത്തിക്കൊണ്ട് പോകുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചിലവുമൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം നോക്കി നടത്തുന്നത് ഈ തങ്കമ്മ ടീച്ചർ തന്നെയാണ്. മാത്രമല്ല, അവർ വരുന്നു പോകുന്നു എന്നതിനപ്പുറത്ത് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഈ വിളിച്ചുകൊണ്ട് വരുന്നത് രാവിലെ ഒരു ട്രാവലറുണ്ട്. 9 മണിയാകുമ്പോൾ ഈ ട്രാവലർ പോകും. ഈ അമ്മമാരെ അവരുടെ വീടുകളിൽ നിന്നൊക്കെ കയറ്റിക്കൊണ്ട് സ്കൂളിലൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ കൊണ്ടുവരുന്ന അതേ രീതിയിൽ തന്നെയാണ്. 9 മണിയാകുമ്പോൾ വരുന്നു. അത് കഴിഞ്ഞ് ഈശ്വര പ്രാർത്ഥനയുണ്ട്. ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് യോഗയുണ്ട്. തുടർന്ന് പത്രം വായന, TV കാണൽ, പിന്നെ ഈ കളികളുണ്ട്, ചിത്രം രചനയ്ക്ക് അതുണ്ട്, പാട്ട് പാടാൻ അവസരമുണ്ട്. അങ്ങനെ നമ്മളൊക്കെ സ്കൂളിലൊക്കെ ഈ നഴ്സറിയിലൊക്കെ നമ്മൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഈ തമ്പലക്കാട്ടെ അമ്മ വീട്ടിൽ വന്ന് നമുക്ക്
കാണാൻ കഴിയും. ഈ നമ്മളൊക്കെ ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിനകത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെതായൊരു നിയമവും ചട്ടക്കൂടും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ പൊളിച്ച് കളഞ്ഞുകൊണ്ട് ഈ അമ്മമാരൊക്കെ ഇങ്ങനെ പുറത്ത് വരികയാണ്. ഇവർ അവിടെ ഉള്ള അമ്മമാരിൽ ഒരു ഭൂരിഭാഗവും ഒരു 75-80 വയസ്സിന് മേൽ പ്രായമുള്ള അമ്മമാരൊക്കെ തന്നെയാണ്. അവരെല്ലാം വളരെ സന്തോഷത്തോടെയാണ്. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ വീട്ടിനകത്തൊക്കെ ഇരിക്കാൻ അവർക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. അവരുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വീട്ടിനകത്ത് ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ലോകമാണ്, ഒരു പ്രത്യേകതരം ലോകമാണ് അവർക്ക്. അവിടെ വന്നിരുന്ന ഒരു ചിരി യോഗയൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് അവർ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിന്നൊരു സന്തോഷമൊക്കെ തോന്നും. എന്തായാലും നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ഈ അമ്മ വീട്, ഇത്തരത്തിലുള്ള പകൽ വീടുകളൊക്കെ രാവിലെ ഇത്തരത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ ഇത്തരത്തിലുള്ള അമ്മ വീടും പകൽ വീടും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വീട്ടിനകത്തൊക്കെ ആയിപ്പോയ അമ്മമാർക്കൊക്കെ അവർക്കും കൂടുതൽ സന്തോഷിക്കാനും കൂടുതൽ ഈ ഒപ്പം കൂടാനും മറ്റുള്ളവർക്ക് ഒപ്പം കൂടാനും ഒക്കെ കൂടുതൽ അവസരങ്ങൾ കിട്ടും. എന്തായാലും ഈ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാടുള്ള അമ്മ വീട് ഒരു മാതൃകയാകട്ടെ. എന്തായാലും ഷിനോജ്, നമ്മൾ പുസ്തകങ്ങളൊക്കെ പറയുന്ന പോലെ ഈ 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു റീബോണാണ് മനുഷ്യന്. അവൻ വീണ്ടും കുട്ടിത്വത്തിലേക്ക് തിരിച്ചു പോകും. അതായത് വളരെ മെച്യൂർഡായ ഒരു ഇന്നസെൻസ് നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെയൊക്കെ വളരെ എന്താ പറയുക, നല്ല മനസ്സോടുകൂടി കാണാനൊക്കെ കഴിയുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവർ അത് മനോഹരമായ അമ്മമാരൊക്കെ അത് ആസ്വദിക്കട്ടെ അല്ലേ. അവരുടെ കളിച്ചിരികളും അല്ലെങ്കിൽ കളി തമാശകളും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിൻ്റെ ഈ കാലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ.